ഏഴാമത്തെ ദിവസം വിശ്രമിക്കേണ്ടി വന്ന ഗതികേടുള്ളവനല്ല സൃഷ്ടികർത്താവായ തമ്പുരാൻ. അങ്ങനെ പടച്ചവനെ കൃത്യമായി പരിചയപ്പെടുത്തി. അങ്ങനെ പരിചയപ്പെടുത്തുക മാത്രമല്ല ചെയ്തത്, മറിച്ച് സട്ടാവും മനുഷ്യരും തമ്മിലുള്ള ബന്ധത്തെ ഊട്ടിയുറപ്പിച്ചു. ആ ബന്ധമാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥനയുടെ ബന്ധം. ആ ബന്ധമാണ് ആരാധനയുടെ ബന്ധം. പരിശുദ്ധ ഖുർആൻ മനുഷ്യരെ മുഴുവനും മാറ്റി തീർക്കുന്നതിന് വേണ്ടിയുള്ള അടിസ്ഥാനപരമായ കൃത്യമായ അടിസ്ഥാനപരമായ ഔഷധമായി നിശ്ചയിച്ചത് നമുക്കറിയാം, സട്ടാവായ തമ്പുരാനെ മാത്രം ആരാധിക്കുക എന്നതാണ്. യാ അയ്യുഹന്നാസ് അഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശൻ വസ്സമാഅ ബിനാഅൻ വഅൻസല മിനസ് സമാഇ മാഅൻ ഫഅഖ്റജ ബിഹി മിനസ് തമറാത്തി റിസ്ഖൻ ലക്കും ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ. പരിശുദ്ധ ഖുർആൻ കൃത്യമായി പഠിപ്പിക്കുകയാണ് എന്താണ് മനുഷ്യരെ സംസ്കരിക്കുന്നതിന് വേണ്ടിയുള്ള ഈ അടിത്തറ. മനുഷ്യരെ, നിങ്ങളെല്ലാവരെയും നിങ്ങളെയും നിങ്ങളുടെ മുൻഗാമികളെയും സൃഷ്ടിച്ച നിങ്ങളുടെ നാഥനെ ആരാധിക്കണം. എങ്കിലേ നിങ്ങൾ ദോഷബാധയെ സൂക്ഷിച്ച് ജീവിക്കുന്ന ജീവിതത്തെ സംസ്കരിച്ച മുത്തഖികളായി തീരുകയുള്ളൂ. ജീവിതത്തെ സംസ്കരിക്കണമെങ്കിൽ, ജീവിതം നന്നാകണമെങ്കിൽ, ജീവിതം വിമലീകരിക്കണമെങ്കിൽ അടിസ്ഥാനപരമായ ആവശ്യം സൃഷ്ടികർത്താവായ തമ്പുരാനെ മാത്രം ആരാധിക്കുക എന്നതാണ്. അവൻ നിങ്ങളുടെ സൃഷ്ടാവാണ്, നിങ്ങളുടെ മുൻഗാമികളുടെ സൃഷ്ടാവാണ്. അങ്ങനെ സൃഷ്ടികർത്താവായ തമ്പുരാനെ മാത്രം ആരാധിക്കുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിച്ചപ്പോ ആ സമൂഹം ലോകത്തിന് മാതൃകയായി തീർന്നു. ആ സമൂഹം കടന്നു ചെന്നിടത്തെല്ലാം അവരുടെ വിശ്വാസങ്ങളെ സ്വാധീനിക്കുവാൻ സാധിച്ചു. അതാണ് പരിശുദ്ധ ഖുർആന്റെ സവിശേഷത. ഖുർആനിനെ എതിർക്കുന്നവരെ പോലും സ്വാധീനിക്കുവാൻ സാധിക്കുക എന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ചരിത്രത്തിന്റെ ഗതിയെ മാറ്റിയൊടുക്കിയ ഗ്രന്ഥമെന്ന്. പ്രൊട്ടസ്റ്റന്റ് വിപ്ലവത്തെ കുറിച്ച് നമുക്കറിയാം. എന്തേ പ്രൊട്ടസ്റ്റന്റ് വിപ്ലവത്തിന് കാരണം നമ്മൾ പരിശോധിച്ച് നോക്കണം. പ്രൊട്ടസ്റ്റന്റ് വിപ്ലവം യഹോവയെ പരിചയമുണ്ടായിരുന്നില്ല, ഞാൻ പറഞ്ഞല്ലോ. എന്തിനധികം ചർച്ചിൽ യേശു ക്രിസ്തുവിനെ പോലും പരിചയമുണ്ടായിരുന്നില്ല. പുരോഹിതനായിരുന്നു എല്ലാം വിധിച്ചിരുന്നത്, പുരോഹിതനായിരുന്നു എല്ലാം കൽപ്പിച്ചിരുന്നത്. പുരോഹിതന്റെ കൽപ്പനം, പേപ്പൽ ഇൻഫാലിബിലിറ്റി അഥവാ പോപ്പുമാരുടെ അപ്രമാദിത്വം, അവർക്ക് തെറ്റുപറ്റില്ല. അതുകൊണ്ട് തന്നെ അവരെ അനുസരിച്ചേ പറ്റൂ. അവർക്ക് അവരുടെ ശരീരത്തിൽ കുടികൊള്ളുന്നത് യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് പോപ്പുമാരെ അനുസരിക്കാതിരിക്കുവാൻ ഒരു ക്രൈസ്തവന് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ദൈവത്തിലെത്തണമെങ്കിൽ, സട്ടാവിലെത്തണമെങ്കിൽ, യേശു ക്രിസ്തുവിലെത്തണമെങ്കിൽ ഈ പോപ്പിലൂടെ മാത്രമേ സാധ്യമാകൂ. ഈ സങ്കല്പത്തിന്റെ അടിവേരാണ് ഇസ്ലാം അറുത്തത്. പൗരോഹിത്യ ില്ലാത്ത ആദർശം, ഒരർത്ഥത്തിലുമുള്ള പൗരോഹിത്യത്തിനൊരു സ്ഥാനം നൽകാത്ത ആദർശം. സട്ടാവായ തമ്പുരാൻ, എന്നെ പടച്ച എന്റെ തമ്പുരാൻ, എന്നെ സൃഷ്ടിച്ച എന്നെ പരിപാലിക്കുന്ന എന്റെ തമ്പുരാൻ, അവനാണ് എന്നെ കുറിച്ച് കൃത്യമായി അറിയുക, എന്നേക്കാൾ കൃത്യമായി അറിയുക. അതുകൊണ്ട് തന്നെ പിന്നീട് അവനിലേക്ക് ചെല്ലാൻ എനിക്കെന്തിനൊരു പുരോഹിതൻ, ഒരു മധ്യവർത്തി, എന്തിനൊരു ഡയാളൻ? അതുകൊണ്ട് തന്നെ സട്ടാവായ തമ്പുരാൻ, ആ സട്ടാവായ തമ്പുരാനും ഞാനും എനിക്കുമിടയിൽ ആരൊക്കെ മധ്യവർത്തിത്വം ആരോപിച്ചിട്ടുണ്ടോ, ആരൊക്കെ അവകാശപ്പെട്ടിട്ടുണ്ടോ, ആരൊക്കെ പൗരോഹിത്യം അവകാശപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ടോ, അവരുടെ മുഴുവനും നിഷ്കാസനം. അതാണ് ഏകദൈവാദർശത്തിലൂടെ, തൗഹീദിലൂടെ ഇസ്ലാം നിർവഹിച്ചത്. ആ നിഷ്കാസനം നടന്നപ്പോ എന്തായിരുന്നു സംഭവം നമ്മൾ പരിശോധിച്ച് നോക്കണം. അങ്ങനെ ഉണ്ടായ ഒരു സമൂഹം, എല്ലാ അർത്ഥത്തിലും സട്ടാവായ തമ്പുരാനെ മാത്രം ആരാധിക്കുന്നവരായി തീർന്ന ഒരു സമൂഹം, അവർ സ്വാഭാവികമായി സംസ്കരിക്കപ്പെടുകയായിരുന്നു. ജീവിതത്തിന്റെ എല്ലാ രംഗവും പൂർണ്ണമായി സംസ്കരിക്കപ്പെടുകയായിരുന്നു. കുന്തും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ് എന്ന് പറഞ്ഞപ്പോ മനുഷ്യർക്ക് വേണ്ടി ഉയർപ്പിക്കപ്പെട്ട ഏറ്റവും ഉത്തമമായ സമുദായമാണ് നിങ്ങളെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞപ്പോ, അള്ളാഹു പറഞ്ഞപ്പോ ലോകം വിളിച്ചു പറയുകയായിരുന്നു. അതേ, മനുഷ്യർക്ക് വേണ്ടി, മനുഷ്യരെ ധർമ്മം പഠിപ്പിക്കുവാൻ വേണ്ടി, മനുഷ്യരെ അധർമ്മത്തിൽ നിന്ന് അകറ്റുവാൻ വേണ്ടി ഉയർപ്പിക്കപ്പെട്ട ഉത്തമ സമുദായം തന്നെ ഇത് എന്ന് ലോകം വിളിച്ചു പറയുകയായിരുന്നു. അതായിരുന്നു നമ്മൾ കണ്ടത്. ഞാൻ പറഞ്ഞല്ലോ പ്രൊട്ടസ്റ്റന്റ് വിപ്ലവത്തെ കുറിച്ച്. മാർട്ടിൻ ലൂതർ പ്രൊട്ടസ്റ്റന്റ് വിപ്ലവത്തിന്റെ പിതാവാണ്. ഡോക്ടർ ജോൺ കെൽവിൻ പ്രൊട്ടസ്റ്റന്റ് വിപ്ലവത്തിന്റെ മറ്റൊരു വിധാതാവാണ്. ഇവരുടെ രചനകളിലൂടെ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും, അവർക്ക് പേപ്പൽ ഇൻഫാലിബിലിറ്റിക്കെതിരെ, പോപ്പിനെതിരെ, അന്നത്തെ പൗരോഹിത്യത്തിനെതിരെ പോരാടാനുള്ള ഊർജം ലഭിച്ചത്, ആശയം ലഭിച്ചത് എവിടെ നിന്നാണ് എന്ന് അവരുടെ രചനകൾ പരിശോധിച്ചു നോക്കുക. ഇസ്ലാമിൽ നിന്ന്, അവിടെ നിന്നല്ലാതെ മറ്റെവിടെ നിന്നുമല്ല. നമ്മൾ ഇന്ത്യയിലേക്ക് കടന്നു വരിക. ഇന്ത്യ രാജ്യത്ത് ഇസ്ലാമിന്റെ വ്യാപനം ഉണ്ടായപ്പോ ഏകദേശം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ, അതിന്റെ അടുത്ത കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാം ഇന്ത്യയിലേക്ക് കടന്നു വന്നല്ലോ. ഈ ഇസ്ലാമിന്റെ വ്യാപനം ഉണ്ടായപ്പോ ഇവിടെ ഉണ്ടായിരുന്ന അവസ്ഥ ഞാൻ നേരത്തെ പറഞ്ഞ അവസ്ഥയായിരുന്നു. ഓരോരുത്തർക്കും ഓരോ ദൈവങ്ങൾ, ഓരോ ജാതികൾക്ക്, വിഭാഗങ്ങൾക്ക് ദൈവങ്ങൾ.
അങ്ങനെയുണ്ടായിരുന്ന ഒരു സാമൂഹ്യാവസ്ഥയിൽ, ഓരോരുത്തർക്കും ഓരോ ദൈവങ്ങളായി ഉണ്ടായിരുന്ന സാമൂഹ്യാവസ്ഥയിൽ നിന്ന് സഹായകനായ സട്ടാവിന്റെ സന്ദേശത്തിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചുകൊണ്ട് പടച്ചവനെ മാത്രം ആരാധിക്കണമെന്ന ആശയത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുവന്നുകൊണ്ട് പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടപ്പോ ഖുർആനിന്റെ സന്ദേശവുമായി ഈ ഭാരതത്തിലേക്ക് ഇസ്ലാമിന്റെ ആളുകൾ ജീവിക്കുന്ന തെളിവുകൾ കടന്നു വന്ന സമയത്ത് ഉണ്ടായ മാറ്റം എന്തായിരുന്നു? അവരെ കണ്ട് ലോകം മാറുകയായിരുന്നു, സമൂഹം മാറുകയായിരുന്നു. വമ്പിച്ച മാറ്റം. ഇന്നലെ വരെ സട്ടാവായ തമ്പുരാനെ ആരാധിക്കുവാൻ പോലും അവകാശം നിഷേധിക്കപ്പെട്ടവർ, ഇന്നലെ വരെ ക്ഷേത്രങ്ങളിലേക്ക് കയറി ചെല്ലുവാൻ സാധ്യമല്ലാത്ത അവസ്ഥയുണ്ടായിരുന്നവർ, ഇന്നലെ വരെ ആരാണ് ദൈവമെന്ന് പോലും അറിയാനുള്ള അവകാശം പോലും നിഷേധിക്കപ്പെട്ടിരുന്നവർ, ഇന്നലെ വരെ ആരാധിക്കുവാൻ ഒരു പുരോഹിതനെ ഉപയോഗിച്ചുകൊണ്ട് മാത്രം അവൻ പറയുന്നത് മാത്രം ദൈവത്തെക്കുറിച്ച് അറിയാൻ, ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കുവാൻ വിധിക്കപ്പെട്ടിരുന്നവർ, അവരാണ് ഇന്ന് സട്ടാവായ തമ്പുരാന്റെ ദാസന്മാരായി തീർന്നത്. അവർ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയപ്പോ, അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹി എന്ന് ചൊല്ലിയപ്പോ, സട്ടാവായ തമ്പുരാൻ അല്ലാഹു മാത്രമാണ് ആരാധ്യനെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്നും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ അല്ലാഹുവിന്റെ ദൂതനാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്നുമുള്ള സാക്ഷ്യവചനങ്ങൾ ചൊല്ലിയപ്പോ അവരുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാവുകയായിരുന്നു. അന്ന് വരെ ക്ഷേത്രങ്ങളിലേക്ക് കയറി ചെല്ലാൻ അവകാശമുണ്ടായിരുന്നില്ലാത്തവർ, ക്ഷേത്രങ്ങൾക്ക് പുറത്തു നിന്നാൽ പോലും ആ പുറത്തു നിൽക്കുവാൻ എത്ര അടി സ്വീകരിക്കേണ്ടതുണ്ട് എന്ന് പ്രത്യേകമായ നിയമം നിലനിന്നിരുന്നവർ, അതേപോലെ തന്നെ അവിടേക്ക് ഉള്ള വ്യത്യസ്തങ്ങളായ ദൈവങ്ങൾ, ആ ദൈവങ്ങളെ ആരാധിക്കേണ്ട ആളുകളെ കുറിച്ചുള്ള ചിന്തകൾ നിലനിന്നിരുന്ന സമൂഹത്തിൽ നിന്ന് അവിടെ നിന്ന് മാറ്റമുണ്ടായപ്പോ എന്താണ് ഉണ്ടായത്? നമ്മൾ പരിശോധിച്ചു നോക്കണം. അവിടെ ഇസ്ലാം പഠിപ്പിച്ച ഏകദൈവാദർശം കടന്നു വന്നപ്പോ ഞാൻ പറഞ്ഞതുപോലെ വ്യത്യസ്തങ്ങളായ ദൈവങ്ങളെ ആരാധിച്ചു വരുന്നവർ മുഴുവനും ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ചണ്ടാളനും ശൂദ്രനുമെല്ലാം സട്ടാവായ തമ്പുരാന്റെ മുന്നിൽ, അവന്റെ മുന്നിൽ അല്ലാഹു അക്ബർ എന്ന് കൈകെട്ടി നിന്ന് പടച്ചവന്റെ മുന്നിൽ പ്രാർത്ഥിക്കുന്ന അവസ്ഥാവിശേഷം ഉണ്ടായപ്പോ, പടച്ചവന്റെ മുന്നിൽ സാഷ്ടാംഗം നമിക്കുന്ന അവസ്ഥാവിശേഷം ഉണ്ടായപ്പോ അവിടെ ബഹുദൈവാരാധനയുടെ ചങ്ങലക്കെട്ടുകൾ മാത്രമായിരുന്നില്ല പൊട്ടിച്ചെറിയപ്പെട്ടത്, മറിച്ച് ദൈവത്തിന്റെയും മനുഷ്യരുടെയും ഇടയിൽ ദല്ലാളന്മാരായി ചമഞ്ഞിരുന്ന പൗരോഹിത്യത്തിന്റെ സകലവിധ ചങ്ങലക്കെട്ടുകളും പൊട്ടിച്ചെറിഞ്ഞ ഒരു ജനകീയ വിപ്ലവത്തിന്റെ മാനസികമായ ആത്മീയമായ വിപ്ലവത്തിന്റെ തുടക്കമായിരുന്നു അത്. ആ വിപ്ലവം പക്ഷേ അവിടെ നിന്നില്ല. നിങ്ങൾ ആലോചിച്ചു നോക്കുക, അക്കാലഘട്ടത്തിലാണ് ആ അദ്വൈത സിദ്ധാന്തം ഉണ്ടാകുന്നത്. അദ്വൈത സിദ്ധാന്തത്തിന്റെ അടിത്തറയിലൂടെ കടന്നു പോയാൽ നമുക്ക് കാണാൻ കഴിയും അന്ന് നിലവിലുണ്ടായിരുന്ന ബഹുദൈവാരാധനയെ മുഴുവനും ഏകദൈവത്വമാണ് എന്ന് ദുർവ്യാഖ്യാനിക്കുവാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമമാണ് വളരെ സമർത്ഥമായി അന്ന് ശ്രീശങ്കരാചാര്യർ ചെയ്തത്. നമുക്ക് കാണാൻ കഴിയും അക്കാര്യം. ഏകം സത് വിപ്രാഹ വിദുദാ വദന്തി, ഏകം സത് ബഹുദാ കൽപ്പയന്തി. അദ്ദേഹത്തിന്റെ വചനങ്ങളാണ്. ഏകമാണ് സത്തെങ്കിലും പലതായി കൽപ്പിക്കപ്പെടുന്നു. അപ്പോ ഇതെല്ലാം തന്നെ ഏകദൈവം തന്നെ എന്ന് പറയുകയും അങ്ങനെ ബഹുദൈവത്വത്തെ ഏകദൈവത്വമായി ന്യായീകരിക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഉണ്ടാവുകയും ചെയ്തു ഇസ്ലാമിന്റെ ശക്തമായ ഒഴുക്കിനെ തടയാൻ. പക്ഷേ പിൽക്കാലഘട്ടത്തിൽ എന്ത് സംഭവിച്ചു? നമുക്ക് കാണാൻ കഴിയും ഈ ഇന്ത്യയിൽ തന്നെയുണ്ടായ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ, ആര്യ സമാജത്തെ പോലെയുള്ള പ്രസ്ഥാനങ്ങൾ വേദങ്ങൾക്കകത്തേക്ക് ഇറങ്ങിച്ചെന്ന് അവയിൽ ഏകദൈവ വിശ്വാസമാണുള്ളത് എന്ന് ഗവേഷണം ചെയ്ത് കണ്ടെത്തുന്ന അവസ്ഥാവിശേഷമുണ്ടായി. ആ വേദങ്ങൾക്കകത്ത് ഹിരണ്യഗർഭനെയും പ്രജാപതിയെയും വിശ്വകർമാവിനെയുമെല്ലാം ആരാധിക്കുന്ന സമ്പ്രദായമാണ് യഥാർത്ഥത്തിൽ ഭാരതീയ ഋഷിമാർ പഠിപ്പിച്ചത് എന്ന് സ്വാമി ദയാനന്ദ സരസ്വതിയെ പോലെയുള്ള മഹാപണ്ഡിതന്മാർ ഗവേഷണം ചെയ്ത് കണ്ടുപിടിക്കുകയുണ്ടായി. അദ്ദേഹം രണ്ട് രൂപങ്ങളിൽ പ്രവർത്തിച്ചയാളായിരുന്നു. അദ്ദേഹത്തിന്റെ സത്യാർത്ഥ പ്രകാശത്തിലെ 14 സമുല്ലാസങ്ങളിലൂടെ അന്ന് നിലവിലുണ്ടായിരുന്ന ഭാരതത്തിലെ വിഗ്രഹാരാധനാ സമ്പ്രദായത്തെ, ആൾദൈവ സമ്പ്രദായത്തെ, പൂജ, അതേപോലെ തന്നെ മറ്റ് എല്ലാ രൂപങ്ങളിലുമുള്ള ദേവീ പൂജാ സമ്പ്രദായങ്ങളെ ശക്തമായി വിമർശിക്കുകയും ഏകദൈവ സിദ്ധാന്തമാണ് ശരിയെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്ത ഒരു സൈഡിൽ, മറുവശത്താകട്ടെ ഇസ്ലാമിനെ തകർക്കാൻ, മുസ്ലിങ്ങളെ ഹിന്ദുക്കളാക്കി മാറ്റാൻ, അങ്ങനെ ഇസ്ലാം ഹിന്ദുക്കളെ നിങ്ങൾക്ക് ഏകദൈവാദർശം നമ്മുടെ അടുത്ത് തന്നെയുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് എങ്ങോട്ടും പോകേണ്ട കാര്യമില്ല എന്ന് പഠിപ്പിക്കാൻ, അതോടൊപ്പം തന്നെ എന്നൊക്കെയോ മതം മാറിയ ഹിന്ദുക്കളെ തിരിച്ച്
ഹിന്ദുക്കൾ തന്നെയാക്കി തീർക്കുവാൻ വേണ്ടിയുള്ള ശുദ്ധി പ്രസ്ഥാനത്തെ പോലെയുള്ള പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കി. ഞാൻ സൂചിപ്പിക്കുന്നത് ഇസ്ലാമിന്റെ ഏറ്റവും ശക്തനായ എതിരാളിക്ക് പോലും ഇസ്ലാമിന്റെ സ്വാധീനമുണ്ടായി എന്നാണ്. അതേ